സ്വന്തം കസേര ഉറപ്പിക്കാൻ വേണ്ടി ഫലസ്തീനികളെ വംശഹത്യ നടത്തുന്ന സന്ദർഭത്തിലും ഇസ്രയേലിനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സഹായിച്ചിരുന്ന അറബികളുണ്ട്. ആ അറബികൾക്ക് എന്നെങ്കിലും ഒരു ദിവസം കാര്യം ബോധ്യപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ആ ദിനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തോടെ അറബ് ലീഗ് മൊത്തം ഇപ്പോൾ പുകഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നെതന്യാഹു I24 എന്നറിയപ്പെടുന്ന ഇസ്രയേൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അറബ് നേഷൻസ് ഫ്യൂ ആഫ്റ്റർ നെതന്യാഹു ഷേസ് ഹി ഫീൽസ് കണക്ഷൻ ടു വിഷൻ ഓഫ് ഗ്രേറ്റർ ഇസ്രായേൽ. മാതാ ഇസ്രായേൽ, വലിയ ഇസ്രായേൽ എന്ന ഒരു പദ്ധതിയുമായി തങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നായിരുന്നു ഈ ചാനലിലെ അഭിമുഖത്തിൽ നെതന്യാഹുവിനോട് ചോദിച്ചത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, തീർച്ചയായും എനിക്ക് ബന്ധമുണ്ട് എന്ന്. ഇതോടുകൂടെയാണ് അറബികളുടെ കാലിനടിയിലൂടെ മണ്ണ് പോകുന്നു എന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായത്. ഇസ്രയേലും അമേരിക്കയും അറബികളെ വഞ്ചിക്കുകയായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്? ഈ കാണുന്ന ചിത്രത്തിൽ, ഈ കാണുന്ന മാപ്പിൽ നിങ്ങൾക്ക് കാണാം. ഇസ്രയേൽ എന്നറിയപ്പെടുന്നത് ഇവിടെയുള്ള ഒരു ചെറിയൊരു ഏരിയയാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ അല്ല, ഫലസ്തീനാണ്. അധിനിവേശ ഇസ്രയേൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഇസ്രയേൽ വളരെ ചെറുതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിലേൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്രയേൽ എത്ര ചെറുതാണ്, അതിനെ ഒന്നുകൂടെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ആരാണ് ഈ ഗ്രേറ്റർ ഇസ്രയേലിന് പിന്നിലുള്ളത് എന്ന കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ കാര്യം മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അറബികൾക്കിടയിൽ നിന്ന് സഹകരണം ഉണ്ടാവുകയില്ല, പ്രശ്നമുണ്ടാകും. കാരണം ഇസ്രയേൽ വികസിപ്പിക്കാനുള്ളത് അറബ് രാഷ്ട്രങ്ങളിലേക്കാണ്. ഒരു ഭാഗത്ത് ലെബനാനാണ്, മറ്റൊരു ഭാഗത്ത് സിറിയയാണ്, മറ്റൊരു ഭാഗത്ത് ജോർദാനാണ്, മറ്റൊരു ഭാഗത്ത് ഈജിപ്താണ്. ഈ രാഷ്ട്രങ്ങളിലേക്കായിരിക്കുമല്ലോ ഇത് വ്യാപിക്കുക എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നെതന്യാഹുവിനെ പോലുള്ള ആളുകൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതോടുകൂടെ അറബികൾ പുകഞ്ഞിരിക്കുകയാണ്. അതാണ് അറബ് നേഷൻസ് ഫ്യൂം ആഫ്റ്റർ നെതന്യാഹു ഷേസ്. നെതന്യാഹുവിന് ഈ ഗ്രേറ്റർ ഇസ്രയേലുമായി ബന്ധമുണ്ട് എന്ന പ്രഖ്യാപനത്തോടുകൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയോടെ അറബ് രാഷ്ട്രങ്ങൾ പുകയുന്നു എന്നാണ് ഇസ്രയേലിന്റെ ദി ടൈം ഓഫ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക, അറബ് ലീഗ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് ആൻഡ് അറബ് ലീഗ് strongly commended the Netanyahu's remarks about his connection to the vision of Great Israel. ഗ്രേറ്റർ ഇസ്രായേലുമായി ഈ നെതന്യാഹുവിന് ബന്ധമുണ്ട് എന്ന ആ ഒരു പ്രസ്താവനയോടുകൂടെ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണമായിട്ടാണ് സൗദി അറേബ്യയും ഖത്തറും ഈജിപ്തും വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുവരെ ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കുമ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനും അമേരിക്കക്കും വലിയ പിന്തുണ നൽകി, പണം നൽകി, ആയുധങ്ങൾക്കുള്ള സമ്പത്ത് നൽകിയിരുന്നു. അവരുമായി ബില്യൺ കണക്കിന് രൂപയുടെ ഉടമ്പടികളിൽ ഇവർ ഒപ്പുവെക്കാൻ പോയി. എന്നാൽ ഗ്രേറ്റ് ഇസ്രായേലിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഇതാ സൗദി അറേബ്യയുടെ പകുതി ഭാഗവും ഈ ഗ്രേറ്റ് ഇസ്രായേലിന് അകത്താണ് വരാനിരിക്കുന്നത്. ലെബനാൻ എന്ന് പറയുന്ന രാഷ്ട്രം 100% ഗ്രേറ്റർ ഇസ്രായേലിനുള്ളിലാണ്. സിറിയയുടെ 3/4 ഭാഗവും ഗ്രേറ്റർ ഇസ്രായേലിനുള്ളിലാണ്. ഇറാഖിന്റെ ഏകദേശം വലിയൊരു ശതമാനം, ഏകദേശം 90% ഗ്രേറ്റർ ഇസ്രായേലിനുള്ളിലാണ്. അതേപോലെ തന്നെ ഈജിപ്തിന്റെ വലിയൊരു ഭാഗവും ഗ്രേറ്റർ ഇസ്രായേലിനുള്ളിലാണ്. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ജോർദാൻ പൂർണ്ണമായും 100% ഗ്രേറ്റർ ഇസ്രായേലിനുള്ളിലാണ്. ഇതാണ് ഇസ്രായേലും അമേരിക്കയും സ്വപ്നം കാണുന്ന ഗ്രേറ്റർ ഇസ്രായേൽ, അല്ലെങ്കിൽ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും സ്വപ്നം കാണുന്ന ഗ്രേറ്റർ ഇസ്രായേൽ. യഥാർത്ഥത്തിൽ ലോകത്തുണ്ടായ തീവ്രവാദങ്ങളും അസമത്വങ്ങളും പ്രതിസന്ധികളുടെ എല്ലാം കാരണം ഇവരായിരുന്നു. ഈ ഗ്രേറ്റ് ഇസ്രായേലിന്റെ പിന്നിലുള്ള വക്താക്കളാണ് എന്ന് കാണാൻ സാധിക്കും. ഈ ചുറ്റുഭാഗത്തുമുള്ള ഈ രാഷ്ട്രങ്ങളിലൊക്കെ തീവ്രവാദവും അസമത്വവും ഒക്കെ സൃഷ്ടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നതാണ്. ഈ രാഷ്ട്രങ്ങളുടെയൊക്കെ കെട്ടുറപ്പ് തകർക്കുക. വലിയ രീതിയിലുള്ള പ്രതിരോധ ശക്തി വരാൻ പാടില്ല. അതെല്ലാം ഭിന്നിച്ച് ഒന്നുമല്ലാതാകണം രാഷ്ട്രങ്ങൾ. അതിനുവേണ്ടിയാണ് IS-ഉം അൽ ഖായിദയും തുടങ്ങിയിട്ടുള്ള ലോകത്തെ മുസ്ലിം പേരിലുള്ള ഏതെല്ലാം തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടോ അതിനെല്ലാം ഉണ്ടാക്കിയത് ഈ വിഭാഗമാണ്. അതായത് ഗ്രേറ്റർ ഇസ്രായേലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിശക്തമായ കഴുക കണ്ണുകളായിരുന്നു. അവർക്കെല്ലാം ആയുധം നൽകിയത് അവർ തന്നെയാണ്. അതാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത്, IS-നെ ഉണ്ടാക്കിയത് ഈ പറയുന്ന ഒബാമയും ഹിലാരി ക്ലിന്റണും ഒക്കെയാണ് എന്ന്. പക്ഷെ അത് തന്നെയാണ് ട്രംപിന്റെയും പദ്ധതി. എന്തായിരുന്നാലും ഈ പദ്ധതിക്ക് വേണ്ടിയാണ് ലോകത്ത് ഇത്രമാത്രം വലിയ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ഉണ്ടായത്. നമുക്കറിയാം, ഇന്ത്യ രാഷ്ട്രം പോലും ഈ ഒരു പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്.
പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള തീവ്രവാദത്തിന്റെ ഒരുപാട് ആക്രമണങ്ങൾക്ക് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലും എല്ലാ രാഷ്ട്രങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ സൃഷ്ടിച്ചു കൊണ്ടുവന്നത് ആ രാഷ്ട്രങ്ങളുടെയൊക്കെ ശക്തി തകർക്കാൻ വേണ്ടി CIA-യും അതുപോലെ തന്നെ മൊസാദ് അടങ്ങുന്ന ഈ ഇസ്രയേലിന്റെയും ഗ്രേറ്റർ ഇസ്രയേലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്കറിയാം, ഇപ്പോൾ പാകിസ്ഥാനാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും അതുപോലെ തുർക്കിയൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ശക്തമായി വരുമോ എന്ന ഭീഷണി ഈ ഒരു ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിക്ക് പിന്നിലുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇറാനെ ഇല്ലാതാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് ഇറാൻ ഒരു പ്രതിസന്ധിയല്ല, ഇറാൻ ഒരു ഭീഷണിയല്ല. പക്ഷേ ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ ഇറാൻ ഭീഷണിയാകും. ആ ഭീഷണിയെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട നീക്കം. എന്നാൽ നമുക്കറിയാം, ഇറാനെ നേരിട്ട് ഈ ഗ്രേറ്റർ ഇസ്രയേൽ ബാധിക്കുന്നില്ല. പക്ഷേ നാളെ ഈ ഗ്രേറ്റർ ഇസ്രയേൽ സ്ഥാപിച്ചാൽ ഇറാൻ നിലനിൽപ്പില്ല എന്ന കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ ഇറാനെ അത് ഉള്ളിൽ പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അതിനെ എതിർത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രങ്ങൾക്കും ശക്തി ഉണ്ടായിരിക്കുകയില്ല. അതിനെയെല്ലാം തകർക്കാൻ ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിടുമെന്ന കാര്യം ഉറപ്പാണ്. എങ്കിൽ പോലും ഈ ഒരു നീക്കത്തിന് ശക്തമായി എതിർക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇറാൻ. ഈ ഇറാനെ ഇല്ലാതാക്കാൻ ഈ അറബ് ഭരണകൂടങ്ങളെല്ലാം ഇവിടെയുള്ള ഈ ഭരണകൂടങ്ങളെല്ലാം അതിനുവേണ്ടി ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഇസ്രയേലുമായി നോർമലൈസേഷൻ കരാർ കൊണ്ടുവരുന്നതിൻ്റെ ഒക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അധിനിവേശം നടത്തുക എന്നത് തന്നെയാണ്. എന്നാൽ ഈ രാഷ്ട്രങ്ങളെയൊന്നും ഇപ്പോൾ ഇസ്രയേലിന് അധിനിവേശം നടത്തുക എന്നത് ഒരു വലിയ കാര്യമല്ല. കാരണം ഇറാഖ് പൂർണ്ണമായും അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭരണത്തിന്റെ ശക്തിയെല്ലാം തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സിറിയ, നമുക്കറിയാം, വർഷങ്ങളായി അവിടെ ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാപങ്ങളുടെ ഒക്കെ പിന്നിൽ ആയുധം നൽകുന്നതും കലാപം സൃഷ്ടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇസ്രായേൽ തന്നെ. കാരണം ഗ്രേറ്റർ ഇസ്രായേൽ ആയിരുന്നു അവരുടെ മുന്നിലുള്ള വലിയ പദ്ധതി. അതുപോലെ തന്നെ ഈജിപ്തിൽ വലിയ രൂപത്തിലുള്ള തീവ്രവാദ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെ കാലങ്ങളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ലോകത്തെവിടെയുള്ള തീവ്രവാദ സംഘങ്ങളുണ്ടോ എന്നോടൊന്നും കരുതരുത്. ഒരു ചക്ക മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ കുരു സ്വാഭാവികമായും മുറിഞ്ഞു പോകും. അതൊന്നും മുറിയാതെ ആർക്കും ചക്ക മുറിക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെയും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ വഹാബികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അവർ ഉപയോഗപ്പെടുത്തിയത് എല്ലാം ഈ വഹാബിസത്തെയായിരുന്നു. മുസ്ലിം സമൂഹത്തിനിടയിൽ സിറിയയിലാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങൾക്കും ഈ പ്രശ്നങ്ങൾക്കും ഒക്കെ പിന്നിലുള്ളത് ഈ വഹാബിയൻ കമ്പനികളായിരുന്നു. ഇപ്പുറത്ത് ഈജിപ്തിൽ ഉണ്ടാക്കിയത് അതേ കമ്പനിയാണ്. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പോയാൽ അതേ കമ്പനിയാണ്. ഇങ്ങനെ തുടങ്ങി അതുപോലെ ബഗ്ദാദിലും സിറിയയിലും ഒക്കെ അത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾ, ഇതെല്ലാം വഹാബിസത്തിന്റെ ബേക്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് വളരെ സത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വഹാബി പ്രസ്ഥാനത്തെ പിടിച്ചുകൊണ്ടായിരുന്നു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പദ്ധതി ലോകത്ത് ആവിഷ്കരിക്കാൻ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ പദ്ധതിയിട്ടത്. അതുകൊണ്ടാണ് ഹിലാരി ക്ലിന്റൺ വളരെ കൃത്യമായി CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു, വഹാബിസത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഫണ്ട് നൽകിയിട്ടുണ്ട് എന്ന്. എന്തിനാണ് ഹിലാരി ക്ലിന്റൺ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്താണ് വഹാബിസം പ്രചരിപ്പിക്കുന്നതിന് ഇത്ര വലിയ താല്പര്യം? കാരണം ഗ്രേറ്റർ ഇസ്രായേൽ ആയിരുന്നു പിന്നിലുള്ള പദ്ധതി. അതിനുവേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പേ ചില വഹാബി രാഷ്ട്രങ്ങൾ വരെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഈ രാഷ്ട്രങ്ങൾക്ക് തന്നെ മുന്നിൽ വരുന്നത് സൗദി അറേബ്യയുടെ ഏകദേശം വലിയൊരു 40% ഭാഗവും ഈ ഗ്രേറ്റർ ഇസ്രായേലിന് ഉള്ളിൽപ്പെടുകയാണ്. മദീനയുടെ പല ഭാഗങ്ങളും ഈ ഗ്രേറ്റർ ഇസ്രായേൽ വരുന്നുണ്ട് എന്നതാണ്. അതേസമയം മക്കയും അതിന് ഉള്ളിൽ പെടുത്തുകയില്ല എന്ന കാര്യം നമുക്കങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇത് ഇസ്രായേലിന്റെ മന്ത്രിയാണ് സ്മോട്രിച്ച്. അദ്ദേഹം പറയുന്നു, ദേ വിൽ ടോക്ക് അബൌട്ട് എ ഫലസ്തീനിയൻ ഡ്രീം. ഒരു ഫലസ്തീനിയൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആൻഡ് വി വിൽ കണ്ടിന്യൂ ടു ബിൽഡ് എ ജൂസ് റിയാലിറ്റി. യഥാർത്ഥ ജ്യൂസിനെ നിർമ്മിക്കുകയാണ് ഞങ്ങൾ. അതിനുവേണ്ടി അത് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. The reality finally buries the idea of a Palestinian state. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ ജൂത റിയാലിറ്റി ഇത് ഫലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയത്തെ പൂർണ്ണമായും കുഴിച്ചു മൂടുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആരാണ് ഇവിടെ തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ആരാണ് ഇവിടെ ലോകത്തെ അസമാധാനം ഉണ്ടാക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, അമേരിക്കൻ സെനറ്ററാണ് ഈ സംസാരിക്കുന്നത്. ഇഫ് അമേരിക്ക പുൾസ് ദി പ്ലഗ് ഓൺ ഇസ്രായേൽ, ഗോഡ് വിൽ പുൾ ദി പ്ലഗ് ഓൺ US. ഈ
അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം അമേരിക്കയ്ക്ക് വേണ്ടി സഹായം ചെയ്യും, അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അദ്ദേഹം പറയുന്നത് US ഇസ്രായേൽ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ഓൺലി എ മാറ്റർ ഓഫ് ഫോറിൻ പോളിസി, അതൊരു വിദേശ നയത്തിന്റെ ഭാഗമായിട്ടല്ല ഇസ്രായേലും അതുപോലെ തന്നെ US തമ്മിലുള്ള ബന്ധമെന്നാണ്. ബട്ട് ആൾസോ ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി, ഇതൊരു ആത്മീയ ഉത്തരവാദിത്വം, ഒരു കൾച്ചറൽ ഉത്തരവാദിത്വം ആണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പിന്നിലുള്ളത് എന്നാണ്. ഒരു മതകീയമായ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ബന്ധമാണ് ഈ രാഷ്ട്രങ്ങൾക്ക് പിന്നിലുള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ തിയറിയാണ് ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളല്ല, മുസ്ലിം സമൂഹത്തെ ഇല്ലായ്മ ചെയ്ത് ജൂസ് സ്റ്റേറ്റ് സൃഷ്ടിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നം. ഇറാനോ അതല്ലെങ്കിൽ ഹമാസോ നമ്മൾ വിചാരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളോ അല്ല. ഈ പല തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇതിനു വേണ്ടി ഈ വിഭാഗം നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിനെ പ്രതികരിക്കാൻ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന ചില ഹമാസിനെ പോലുള്ള വിഭാഗങ്ങളുണ്ട്. അവരൊന്നുമല്ല ലോകത്തെ സമാധാനത്തിന്റെ ശത്രുക്കൾ. ഈ വെട്ടിപ്പിടിച്ച് നാടുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രേറ്റർ ഇസ്രായേലിന്റെ വാക്താക്കൾ തന്നെയാണ്.